മോനിവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. മോനെ വെറും കൈയോടെ അയക്കാൻ മനസ്സനുവദിക്കുന്നില്ല. അമ്മയെന്താ ബാത്റൂമൊക്കെ ആയിട്ട്? ഇവിടെ ഒരു മുഖലക്ഷണക്കാരനുണ്ടായിരുന്നു, അയാൾക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാ. ഞങ്ങൾ വരുമ്പോ ഇവിടെ ആരെയും കണ്ടില്ലായിരുന്നല്ലോ. പിന്നീട് അയാൾ എങ്ങോട്ട് പോയി? അറിയില്ല. അയാൾ എവിടെയെങ്കിലും പോട്ടെ. ഞങ്ങൾ ജോൾസിനെ കണ്ട കാര്യം അമ്മയ്ക്ക് അറിയണ്ടേ? അറിയണം. അതിനു മുമ്പ് ഇവിടെ എന്താ നടന്നതെന്ന് ഞാൻ പറയാം. എന്റെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങളും മാറുന്ന ഉത്തരം ഇപ്പൊ വന്ന മുഖലക്ഷണക്കാരൻ പറഞ്ഞു തന്നു. സൂരജിന്റെ സ്വഭാവം ശരിക്കും മാറി തന്നെയാണെന്നും അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സംഭവിച്ചാണെന്നും പറഞ്ഞു. അത് തന്നെയാ ജോത്സ്യരും പറഞ്ഞത്. അതെ, ഈശ്വരാനുഗ്രഹം കൊണ്ട് മാറ്റം വന്നതാണെന്നും വിദ്യ സൂരജും ഒന്നിക്കാനുള്ളവരാണെന്നും ജോത്സ്യൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്റെ ഭഗവാനെ, വലിയൊരു സംശയം അങ്ങനെ മാറിക്കിട്ടി. എന്നാലും ഇത് വലിയ അത്ഭുതമായിപ്പോയി. ഇന്ന് ജോൾസിന്റെ അടുത്തുകൂടി പോയില്ലായിരുന്നെങ്കിൽ സൂരജും വിദ്യയും ചേർന്ന് മുഖലക്ഷണക്കാരനെ സെറ്റ് ചെയ്തതാന്ന് വരെ നമ്മൾ ചിലപ്പോൾ സംശയിച്ചേനെ. ഒരിക്കലും അല്ല. അയാളെ കണ്ടാലറിയാം ത്രികാലജ്ഞാനിയായ ഒരു മഹാനാണെന്ന്. എന്തായാലും ഈശ്വരൻ നമുക്കൊരു വഴി കാണിച്ചു തന്നല്ലോ, അത് മതി. ഇത്ര പെട്ടെന്ന് കോടതി വിധി പറയുമെന്നോ ഡിവോഴ്സ് കൊടുക്കുമെന്നോ ഞാൻ കരുതിയില്ല. മ്യൂച്വലായിട്ട് കൊടുത്തല്ലേ? രണ്ടുപേർക്ക് സമ്മതമാണെന്ന് പറഞ്ഞാ പിന്നെ കോടതി എന്തിനാ വെറുതെ കേസ് വലിച്ചു നീട്ടുന്നത്? എന്നാലും ഇതൊന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ വളരെ പെട്ടെന്ന് സംഭവിച്ചതുപോലെ തോന്നുന്നു. എണ്ണമറ്റ കേസുകളാ ദിവസവും കോടതിയിൽ വന്ന് നിറയുന്നത്. അതിൽ എളുപ്പം തീർപ്പാക്കാൻ പറ്റുന്നതെല്ലാം കോടതി തീർത്തു വിടുന്നതാ. അത് നല്ലതാണെന്നാ എൻ്റെ അഭിപ്രായം. അല്ല, ഇതെന്താ അബി? പായസം. വീട്ടിലെ സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോ നമ്മളിങ്ങനെ പായസമൊക്കെ വെച്ച് ആഘോഷിക്കണം. ഇത് എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ, ധൈര്യമായിട്ട് കുടിക്കാം. അതിന്റെ ധൈര്യക്കുറവ് ഇവിടെ എല്ലാവർക്കും ഉള്ളൂ. അങ്ങനെ വെറുതെ പറയാതെ അറ്റ്ലീസ്റ്റ് കുടിച്ചു നോക്കിയിട്ടെങ്കിലും കളിയാക്ക്. ആദർശും മീരയും പിരിഞ്ഞതിൽ ഇവിടെ നിനക്ക് മാത്രമേ സന്തോഷമുള്ളൂ അബി. അത് നീ മാത്രം ആഘോഷിച്ചാ മതി. അതൊക്കെ എനിക്ക് വെറുതെ തോന്നുന്നതാ. ഈ ഡിവോഴ്സിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാ ഒന്നും അറിയാത്തതുപോലെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. എന്തായാലും ആദർശ് പായസം കുടിക്കും. നിങ്ങളൊക്കെ വെറുതെ സങ്കടം പറഞ്ഞിരുന്നോ? ആഘോഷിക്കേണ്ട കാര്യങ്ങളില് ദുഃഖിക്കാനാ താല്പര്യമെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ പായസം എടുക്കടാ. എനിക്കിപ്പോ മധുരം വേണ്ട. അതെന്താ, നിനക്ക് ഷുഗർ ഉണ്ടോ? അതൊന്നുമല്ല, പൊതുവെ എനിക്ക് മധുരം വലിയ ഇഷ്ടമൊന്നുമല്ല. ശരി, നിന്റെ ഇഷ്ടം. ഇനി ഞാനിതെല്ലാം ഒറ്റയ്ക്ക് കുടിച്ചു തീർക്കണോ? വിഘ്നേഷ് വരുന്നു. നീ അത് വിഘ്നേഷിന് കൊടുക്ക, അവൻ കുടിച്ചോളൂ. വിഘ്നേഷ് ഏട്ടന് എന്നെക്കാൾ താല്പര്യം മീരയോടാ. ഇത് ഡിവോഴ്സ് നടന്നതിന്റെ പായസം ആയതുകൊണ്ട് എന്തായാലും കഴിക്കില്ല. ഓ, എല്ലാരും കൂടി ഡിവോഴ്സ് കിട്ടിയതിന്റെ ആഘോഷമായിരിക്കും അല്ലേ? അതെ, അതിലേറ്റവും കൂടുതൽ സന്തോഷം അബിക്ക് തന്നെയാ. സ്വന്തം കൈകൊണ്ട് പായസം വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അംഗീകരിച്ചു തരാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാത്തൊരു പാവം പെൺകുട്ടിയുടെ ജീവിതം എല്ലാവരും ചേർന്ന് ഒന്നും അല്ലാതാക്കി. എന്നിട്ട് പായസം കുടിച്ചെന്ന് ആഘോഷിക്കുന്നു.
ആദർശനോട് ഞാൻ പറഞ്ഞത് ഒരു കാരണമില്ലാതെ ഒരാളെ ദ്രോഹിക്കുമ്പോൾ അതിന്റെ ഫലം എല്ലാവരും അനുഭവിക്കേണ്ടി വരുമെന്ന്. ഏയ് വിഘ്നേഷ് എന്തിനാ വെറുതെ ഇമോഷണൽ ആവുന്നത്? ഇത് എൻ്റെ ലൈഫാ. അതിൽ തീരുമാനം എടുക്കേണ്ടത് ഞാൻ മാത്രമല്ലേ? എൻ്റെ ഭാര്യയെ ഞാൻ ഡിവോഴ്സ് ചെയ്തോർത്ത് വിഘ്നേഷ് വെറുതെ വിഷമിക്കണ്ട. ഓക്കെ, അതേ കാര്യം എനിക്കും ചെയ്യാലോ അല്ലേ? എന്റെ ഭാര്യയെ ഞാൻ ഡിവോഴ്സ് ചെയ്താലും അതിൽ ആരും ഇടപെടരുത്, ആരും വിഷമിക്കുകയും ചെയ്യരുത്. നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? ആ മീരെ ഡിവോഴ്സ് ചെയ്തതിന് നിങ്ങൾക്ക് എന്തിനാ ഇത്ര പൊള്ളുന്നത്? അവളും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? ഇതിന്റെ പേരിൽ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ നിങ്ങൾ ധൃതി കാണിക്കുന്നതേ ആ മീരെ ഏറ്റെടുത്ത് സംരക്ഷിക്കാനാണോ? അവള് നിങ്ങളെ മയക്കിയെടുത്തോ? മീര ആള് കൊള്ളാലോ. ഇത്രയും ദിവസം കൊണ്ട് അവൾ ഈ വീട്ടിൽ എന്തൊക്കെയാ ചെയ്തു വെച്ചത്? എന്റെ ഭർത്താവ് പോലും അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുവോ? ഇത്തരം പെണ്ണുങ്ങളെയൊക്കെ വീട്ടിൽ കയറ്റാ ഇതാ കുഴപ്പം. കുടുംബം കുളം തോണ്ടി ഇല്ലാതാക്കും. എല്ലാവരും എല്ലാം കേട്ടല്ലോ. എനിക്ക് മതിയായി. ഇയാള് പോട്ടെ, മീര പോയി സംരക്ഷിക്കട്ടെ. നിങ്ങളുടെ മനസ്സ് മുഴുവൻ അവളാണല്ലോ. മിണ്ടി പോരുത്. കുറെ നേരമായി നീ കിടന്ന് ചിലയ്ക്കുന്നു. ഇത്രയും നാള് ഞാൻ എല്ലാം സഹിച്ചതേ ബന്ധങ്ങളെ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാ. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ബന്ധങ്ങൾക്കൊന്നും വലിയ വിലയില്ലാന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. നിനക്കിനി നിന്റെ വഴി, എനിക്കിനി എന്റെ വഴി. പിന്നെ നീ കരുതും പോലെ മീരയ്ക്ക് വേണ്ടിയല്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നത്, എനിക്ക് വേണ്ടിയാ. ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ശരി ചെയ്തു എന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി. അയാൾ എന്നെ തല്ലി. നിങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അയാൾ എന്നെ തല്ലിയത്. എന്നിട്ട് നിങ്ങൾ ആരും ഒരു അക്ഷരം മിണ്ടാതെ നോക്കി നിന്നത് എന്താ? ഒന്ന് ചോദിക്കാതിരുന്നത് എന്താ? ആദർശ്, നിന്റെ പെങ്ങളാ ഞാൻ. അയാളെ പിടിച്ചു നിർത്തി നിനക്ക് ചോദിച്ചൂടെ? എന്നെ തല്ലുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കാനും നിനക്ക് ധൈര്യമുള്ളോ? നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെടരുതെന്ന് വിഘ്നേഷ് പറഞ്ഞത് അഭിയും കേട്ടതല്ലേ? നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ തീർക്കുന്ന അഭി നല്ലത്. ഞാൻ ഇടപെടേണ്ട അവസ്ഥ വന്നാൽ അപ്പം ഞാനത് ചെയ്യും. അഭി, ആദർശ് അത് നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വിഘ്നേഷ് ആദ്യമേ സംസാരിച്ചു പോയില്ലേ? ഈ ധൈര്യം വിഘ്നേഷ് മുമ്പേ കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നീ നന്നായി പോയനെ. ഇനി ആ പ്രതീക്ഷ എനിക്കില്ല. നീ തുടങ്ങി വെച്ചതിനെല്ലാം തിരിച്ചടികൾ വന്നു തുടങ്ങിയ അഭി. ഇനി ആരൊക്കെ എന്തൊക്കെ അനുഭവിക്കണമെന്ന് ഭഗവാന് മാത്രമേ അറിയൂ. ഹരി വന്നിട്ട് കുറച്ചു നേരമായോ? ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. എന്താ മനോജ് കാണണമെന്ന് പറഞ്ഞത്? അത് ചില കാര്യങ്ങൾ ഹരിയോട് പറയാനുണ്ടായിരുന്നു. സൂരജിന്റെ കാര്യത്തിൽ എല്ലാവരുടെയും നിലപാടിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സൂരജിനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂന്നാണ് വിദ്യ ഇപ്പോഴും പറയുന്നത്. പക്ഷെ അത് ഞങ്ങൾക്കെല്ലാം സൂരജിന്റെ കാര്യത്തിൽ ഉറപ്പുണ്ടായിട്ട് മതിയെന്ന് ഞങ്ങളും, സൂരജ് മാറി എന്ന കാര്യത്തിൽ വിദ്യയ്ക്ക് സംശയമൊന്നുമില്ലെന്ന് അവളും പറയുന്നു. സാവിത്രിയമ്മയും തന്നെ എന്താ ഇപ്പൊ പറയുന്നത്? ധന്യ ജോത്സ്യനെ പോയി കണ്ടു. സൂരജും വിദ്യയും ഒന്നിക്കേണ്ടവരാണെന്ന് ജോത്സ്യർ പറഞ്ഞതോടെ ധന്യയുടെ പാതി പ്രശ്നം മാറി. ധന്യയ്ക്കിപ്പോൾ വിവാഹത്തിന് സമ്മതമാണ്. അപ്പോ സാവിത്രിയമ്മ മാത്രമാണോ എതിരുള്ളത്? അങ്ങനെയല്ല, വീട്ടിലൊരു കൈനോട്ടക്കാരൻ വന്ന് സംസാരിച്ച് അമ്മയുടെ മനസ്സാകെ കലക്കി മറിച്ചിട്ട് പോയി. അതിനുശേഷം അമ്മയ്ക്കും സൂരജിന്റെ മാറ്റം മനസ്സിലായി തുടങ്ങിയെന്ന് തോന്നുന്നു. മനോജിന്റെ അവസ്ഥ എന്താ? എനിക്കാദ്യം മുതലേ സൂരജിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഉള്ളിലൊരു മടിയായിരുന്നു. പക്ഷെ വിദ്യയുടെ ഇഷ്ടത്തിനാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും വിവാഹത്തിന് ഞാൻ എതിരല്ല.
അന്ന് നമ്മൾ സംസാരിച്ചപ്പം പറഞ്ഞില്ലേ, ഓരോ സാഹചര്യങ്ങളെയും ഈശ്വരൻ എങ്ങനെ മാറ്റിമറിക്കുന്നതെന്ന്. അതെ, മനുഷ്യരുടെ മനസ്സിലെ ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും മാറ്റം വരുത്താൻ ജീവിതത്തിൽ ഓരോ സംഭവങ്ങൾക്കും സാധിക്കും. സൂരജിന്റെയും വിദ്യയുടെയും വിവാഹം എത്ര പ്രാവശ്യമായി നടക്കും നടക്കില്ല എന്നൊരവസ്ഥയിൽ മാറി മാറി വരുന്നു. ശരിക്കും അത് സംഭവിക്കേണ്ടത് തന്നെയാ. അതുകൊണ്ടാവും വിവാഹത്തിന് മുമ്പ് തന്നെ ഇത്രയും തടസ്സങ്ങൾ വന്നു പോകുന്നത്. ഓരോ തടസ്സങ്ങൾ വന്ന് മാറുമ്പോഴും അവരുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഇല്ലാതാവുക. അങ്ങനെ നോക്കിക്കണ്ടാൽ എല്ലാം സംഭവിക്കുന്നത് നല്ലതിനാണെന്ന് വിശ്വസിക്കാം, അല്ലേ? അതെ, സൂരജിന് ഒരു ജോലി കൂടി ആയതിനു ശേഷം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. ജോലി സൂരജിന് മാത്രം പോരാ, വിദ്യയ്ക്ക് കൂടി വേണം. പെൺകുട്ടികൾക്ക് ജോലി ഉണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനും ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാനും സാധിക്കും. അല്ലെങ്കിൽ എന്നും എപ്പോഴും എല്ലാ കാര്യത്തിനും ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് ശരിയാണ്. രണ്ടുപേർക്കും ജോലി ഉള്ളത് തന്നെയാണ് നല്ലത്. അതെ. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. അവർ ആഗ്രഹിച്ചതുപോലെ വിവാഹം നടത്താം. ശരി, അങ്ങനെ ചെയ്യാം. ഇനി അങ്ങനെ ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. അവരെല്ലാരും വിവാഹത്തിന് സമ്മതിച്ചു. ഇനി എന്തെങ്കിലും പറഞ്ഞ് മാറ്റി പറയാതിരുന്നാ മതി. ഇനി എന്തിനാ മാറ്റി പറയുന്നേ? അതെ, നിനക്കിനി എന്തെങ്കിലും സത്യം ആരെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? എങ്ങനെയെങ്കിലും എല്ലാം ഒരു കരയ്ക്കെത്തുമ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകണമല്ലോ. അങ്ങനെയല്ലേ അതിന്റെ ഒരു രീതി. വെറുതെ ഓരോന്ന് പറഞ്ഞ് താൻ സൂരജിനെ വിഷമിപ്പിക്കാതെ. അമ്മേ, ഞാനത് തുറന്നു പറഞ്ഞതിന്റെ പേരില് ഒരു സമയത്തും അത്ര കാര്യമായിട്ട് വിഷമിച്ചിട്ടൊന്നുമില്ല. ചില സമയത്ത് വിദ്യയെ നഷ്ടപ്പെടുമെന്നൊരു ടെൻഷൻ തോന്നി, അത് സത്യമാ. അല്ലാതെ അത് തുറന്നു പറച്ചിലിനെ ഓർത്തൊന്നും അല്ലായിരുന്നു. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഞാനത് പറഞ്ഞത് നല്ലതായി എന്ന നിലയിൽ എത്തിയില്ലേ? ഇനി എന്നെങ്കിലും വിദ്യയും വീട്ടുകാരും അതൊക്കെ അറിയുമെന്നുള്ള ടെൻഷൻ എനിക്ക് വേണ്ടല്ലോ. അത് ശരിയാ. ഇനി സൂരജിനൊരു ജോലി കൂടി കിട്ടിയാ എല്ലാം ഓക്കെ ആയി. സൂരജിന് ജോലി കിട്ടിയാ ഉടനെ വിവാഹം നടത്താം, അല്ലേ? വിദ്യക്ക് കൂടി ഒരു ജോലി കിട്ടിയിട്ട് വിവാഹം നടത്താമെന്നാ മനോജ് പറഞ്ഞത്. സൂരജിന് നല്ല ജോലി കിട്ടിയാ പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. വിദ്യ സ്വന്തം കാലിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തോടെ ജീവിക്കണമെന്നാ മനോജ് ആഗ്രഹിക്കുന്നത്. അതേ ചിന്ത വിദ്യക്കും ഉണ്ടാവും. അതൊരു നല്ല കാര്യമല്ലേ അച്ഛാ? അതെ, PhD കഴിഞ്ഞ സ്ഥിതിക്ക് വിദ്യക്ക് ജോലി കിട്ടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒരു കാര്യം ഹരിയച്ചനോട് ചോദിക്കാതിരിക്കുമായിരുന്നു. എന്താ അത്? ചോദിക്ക്. ഹരിയച്ചന്റെ ബിസിനസ്സിൽ സഹായിച്ച് എല്ലാം പഠിക്കാനും അത് നോക്കാനും മുമ്പ് എന്നോട് പറഞ്ഞിരുന്നില്ലേ? അന്ന് മരുന്ന് കമ്പനിയൊന്നും നിനക്ക് താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത്? അതെ, അന്ന് ഞാൻ അങ്ങനെയാ പറഞ്ഞത്. ഇപ്പോഴും ആ ഓഫർ ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തോളാം. വീട്ടിലൊരു സാഹചര്യം ഉള്ളപ്പോൾ ഞാനെന്തിനാ മറ്റുള്ളവരുടെ കാല് പിടിക്കാൻ പോകുന്നത്? നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? അതെ. എങ്കിലെങ്ങനെ ആവട്ടെ. പിന്നെ കുറച്ച് നാള് ഫീൽഡിൽ എല്ലായിടത്തും പോയി എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കേണ്ട ജോലി എന്താണെന്ന് സ്വയം ചെയ്തു പഠിച്ചാൽ എല്ലാത്തിനും എളുപ്പമുണ്ടാവും. ആ ജോലി ചെയ്യുന്നവരോട് ബഹുമാനവും ഉണ്ടാവും. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഹോ, അതൊരു വലിയ സമാധാനായി. എത്ര നാളായി സൂരജിനോട് ഇക്കാര്യം പറയാൻ തുടങ്ങിയിട്ട്. അന്നേ ഇവൻ ബിസിനസ് നോക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടായേനെ. അത് സാരമില്ല. ഇപ്പൊ സൂരജിനെ ആരും നിർബന്ധിച്ചിട്ടില്ലല്ലോ. അല്ലാതെ തന്നെ സ്വയം തയ്യാറായി വന്നില്ലേ? അതാണ് നല്ലത്. അപ്പോഴേ അതിന് വാല്യൂ ഉണ്ടാവും. അപ്പൊ സൂരജിനൊരു ജോലിയായി, ഇനി വിദ്യക്കൊരു ജോലിയായാൽ മതിയല്ലേ? അങ്ങനെ ജോലി ആയിന്നൊന്നും പറയാൻ പറ്റില്ല. സൂരജിന് ട്രെയിനിങ് തുടങ്ങുന്നതേ ഉള്ളൂ. ജോലിയെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പായിട്ടേ പെർമനന്റ് ആക്കും. അത് നല്ലതാ. അല്ലെങ്കിലേ ഇവൻ ഉഴപ്പും. ഇതിപ്പോ കല്യാണം നടത്തേണ്ട കാര്യവും ജീവിത പ്രശ്നവും ഒക്കെ ആയതുകൊണ്ട് ആത്മാർത്ഥമായി പണിയെടുത്തോളൂ, അല്ലേടാ? അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആത്മാർത്ഥമായ പ്രണയത്തിന് ഈശ്വരന്റെ സമ്മാനം എല്ലാവരുടെയും സമ്മതം.
സാവിത്രിയമ്മേ, ഇത് ഞാനാണ്. എന്റെ ഭഗവാനെ, ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു. എന്റെ ഭഗവാനെ, സ്വപ്നത്തിൽ ദർശനം തന്ന് മുഖലക്ഷണക്കാരനായി വന്നത് ഭഗവാൻ തന്നെയാണെന്ന് ഉറപ്പിച്ചതാണോ? എന്റെ ഈശ്വര, സത്യമേതാ സ്വപ്നമേതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. എന്റെ ഭഗവാനെ, നിന്റെ ലീലകൾ തിരിച്ചറിയാനുള്ള വിവേകമൊന്നും എനിക്കില്ല. എന്തായാലും എന്റെ മക്കളെയും കൊച്ചുമക്കളെയും സങ്കടങ്ങളൊന്നും ഉണ്ടാവാതെ കാത്തോളണേ എന്റെ ഭഗവാനെ. സൂരജിന്റെയും വിദ്യയുടെയും വിവാഹത്തിന് ഇപ്പൊ എല്ലാവരും സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അവരുടെ വിവാഹം നടന്ന എനിക്ക് വലിയ സന്തോഷമായെന്നെ. പ്രണയം സത്യമാണെങ്കിൽ അവരൊന്നിക്കാൻ ഈശ്വരൻ അവസരമൊരുക്കും, അതിൽ സംശയം ഒന്നും വേണ്ട. ഈ ഭൂമിയിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരും സുഹൃത്തുക്കളാവുന്നവരും ശത്രുക്കളാവുന്നവരുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ പൂർവ്വജന്മങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ ബാക്കിയുണ്ടാവാം, ചിലത് അടുത്ത ജന്മത്തിലേക്കുള്ള കടങ്ങളും ആവാം. അതെല്ലാം ഈശ്വരന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. അതെ, സൂരജും വിദ്യയും ഇപ്പൊ എത്ര പരീക്ഷണങ്ങൾ നേരിട്ടു. സൂരജിന് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. വിദ്യക്കാണെങ്കിൽ ഒരു ഘട്ടത്തിൽ ഓർമ്മകൾ പോലും ഇല്ലാതായി. അതിനെല്ലാം അതിജീവിച്ച് ഇപ്പൊ അവരൊരു നല്ല കാര്യത്തിലേക്ക് എത്തിയിരിക്കല്ലേ. എല്ലാവരുടെ ജീവിതത്തിലും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ട് മീര. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടാൻ പലപ്പോഴും വലിയ പോരാട്ടങ്ങൾ തന്നെ വേണ്ടിവരും. ഒടുവിൽ നമ്മൾ ആഗ്രഹിച്ചത് സ്വന്തമാക്കുമ്പോൾ അളവറ്റ സന്തോഷവും ഉണ്ടാവും. പക്ഷേ ആ സന്തോഷം എത്ര കാലത്തേക്ക് എന്നതിലാണ് കാര്യം. ഒന്ന് നേടുന്നതോടെ നമ്മുടെ സന്തോഷം അവസാനിച്ചാൽ നിങ്ങളത് നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിച്ചതൊക്കെ വ്യർത്ഥമാകും. നൈമിഷികമായ ഒരു ആനന്ദത്തിന് വേണ്ടി ചെയ്ത കർമ്മമാണെന്ന് വിലയിരുത്തപ്പെടും. എന്നാൽ സ്വന്തമാക്കിയതിൻ്റെ സന്തോഷം എന്നുമെന്നും നിലനിർത്താനായാൽ മാത്രമേ അതിന് മൂല്യമുണ്ടാവൂ. മൂന്നേട്ടൻ പറഞ്ഞത് മുഴുവനായിട്ടും എനിക്ക് മനസ്സിലായില്ല. എന്നാലും എന്ത് കാര്യമാണെങ്കിലും അത് സ്വന്തമാകും വരെയാണ് മനുഷ്യന് കൗതുകം എന്ന് മനസ്സിലായി. അതെ, പ്രണയത്തിന്റെ കാര്യത്തിലും അതാണ് സംഭവിക്കുന്നതെങ്കിൽ അവരുടെ ജീവിതം വലിയ ദുരിതമായിരിക്കും. സൂരജിനും വിദ്യയ്ക്കും അങ്ങനെ സംഭവിക്കില്ലെന്നാ ഞാൻ കരുതുന്നത്. അവര് കുട്ടിക്കാലം തൊട്ടേ പരസ്പരം അറിയുന്നവരല്ലേ. അതുകൊണ്ട് അവർക്കൊന്നും മറച്ചു പിടിക്കാനോ ആരെയൊന്നും ബോധിപ്പിക്കാനും ഇല്ല. രണ്ടുപേരുടെയും സ്വഭാവ രീതികളെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ജീവിക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. സൂരജിന്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും ശ്രദ്ധ മീരയുടെ ഭാവിയിലായിരിക്കും. ഞാൻ എന്ത് ചെയ്യാനാ? മീരയ്ക്കൊരു ജീവിതമൊക്കെ വേണ്ടേ? അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. മീരയ്ക്ക് വേണമെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കാവുന്നതേ ഉള്ളൂ. ഇനിയൊരു വിവാഹത്തിനൊന്നും ഞാനില്ല. ഇനിയുള്ള കാലം പ്രാർത്ഥനയും ജപവും ഒക്കെയായി ഒരു ജോലിയൊക്കെ ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിന് മീരയുടെ അച്ഛനും അമ്മാവനും മുത്തശ്ശിയും ഒക്കെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുരക്ഷിതമായ കൈകളിൽ മകളെ പിടിച്ച് ഏൽപ്പിക്കാതെ ഒരച്ഛൻ എങ്ങനെ കണ്ണടയ്ക്കുക? ഏതാ സുരക്ഷിതമായ കൈകള്? ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല ആളാണ് ആദർശനെന്നാ എല്ലാവരും പറഞ്ഞിരുന്നത്. ആ കൈകൾ പോലും കൈവിട്ടില്ലേ. ഏറ്റവും സുരക്ഷിതമായ കൈകൾ ഈശ്വരൻ്റെതാ. ആ കൈകളിൽ ഞാൻ കുഞ്ഞുനാളിലെ പിടിച്ചതാ. ആ കൈക്കുള്ളിൽ തന്നെ ഇരിക്കാനാ ഞാൻ എന്നും ആഗ്രഹിക്കുന്നത്. എനിക്കത് മതി. മീരയുടെ വാക്കുകൾ സത്യമാണ്. മീര എല്ലാം ഈശ്വരന് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഭഗവാൻ അറിയാം മീരയ്ക്ക് എന്താണ് വേണ്ടതെന്നും അത് ഏത് രീതിയിൽ മീരയിലേക്ക് എത്തണമെന്നും. അധികം താമസിക്കാതെ അതെല്ലാം സംഭവിക്കുന്നതുമാണ്. എന്ത് സംഭവിക്കുന്ന കാര്യം മൂന്നേട്ടൻ പറയുന്നേ? അതെല്ലാം കാത്തിരുന്ന് നമുക്ക് കാണാം. മനസ്സിൽ മോഹങ്ങളൊന്നും ഇല്ല മൂന്നേട്ട. ഭഗവാൻ എന്നിൽ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമേ എനിക്കിനി ചെയ്യാനുള്ളൂ. മീര അത് മാത്രം ചെയ്താൽ മതി. മീരയ്ക്ക് വേണ്ടി എല്ലാം ഈശ്വരൻ ചെയ്തുകൊള്ളും. തന്റെ ഭക്തരെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഭഗവാൻ സംരക്ഷിക്കും. അതിലൊരു സംശയവും വേണ്ട. ഈശ്വരൻ വസിക്കുന്നത് ഭക്തന്റെ ഹൃദയത്തിലാണ്. ഭക്തന്റെ ഒരു വിളിയിൽ ഓടിയെത്തുന്ന ദാസനെ പോലെയാണ് ഈശ്വരൻ.
അതുകൊണ്ടാണ് നിർമ്മലമായ ഭക്തിയെ തോൽപ്പിക്കാൻ ഒന്നിനുമാവില്ല എന്ന് പറയുന്നത്. ഇന്ദ്രദേവന്റെ കയ്യിലെ വജ്രായുധത്തിനേക്കാൾ ശക്തി നിഷ്കളങ്കനായ ഭക്തന്റെ ഈശ്വരനാമത്തിനുണ്ട്. ഇപ്പോൾ കലിയുഗമാണ്. ഈ യുഗത്തിൽ നമ്മുടെ ദുഃഖങ്ങൾ അകറ്റാൻ നാമജപത്തിനും ഭക്തിക്കും മാത്രമേ കഴിയൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈശ്വരനിൽ അർപ്പിതമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. മീരയ്ക്ക് അതിൻ്റെ ശക്തി അധികം താമസമില്ലാതെ ബോധ്യമാകും.